എല്ലാവർക്കും മനസ്സിലായി ഭാനുമേ. അപ്പൊ പിന്നെ അവിടുന്ന് ആദ്യം കിട്ടിയ പണത്തിലും സ്വർണത്തിലുമായി എല്ലാവരുടെയും കണ്ണു. അച്ഛന്റെ കയ്യിലെ പണമൊക്കെ തീർന്നു, ഇനി സ്വർണ്ണേ ഉള്ളൂ. അത് മുഴുവൻ അച്ഛൻ രഘുവേട്ടന് കൊടുക്കുമെന്നുള്ള പേടിയായിരുന്നു ഇതുവരെ എല്ലാവർക്കും. അത് പണയപ്പെടുത്താനും വിൽക്കാനും ഒന്നും പാടില്ലെന്ന് തറവാട്ടിൽ നിന്ന് നിബന്ധന വന്നതോടെ ആ സ്വർണ്ണമെങ്കിലും എല്ലാവർക്കും പങ്കുവെച്ച് നൽകിക്കൂടെന്ന് അച്ഛനോട് ചോദിക്കാനാ ഇപ്പൊ എല്ലാവരും വന്നത്. അത് മാഷ് കൊടുക്കാതിരിക്കുവോ? എത്രയും വേഗം അത് പങ്കുവെച്ചു കൊടുത്താ അച്ഛന്റെ ഭാരം കുറയില്ലേ മോളെ? അച്ഛൻ അത് കൊടുക്കും ഭാനുമേ, പക്ഷെ അത് ചോദിക്കാനുള്ള സമയമല്ലല്ലോ ഇത്. അത് മാത്രമല്ല, സ്വർണം പങ്കുവെക്കുമ്പോ പണത്തിന്റെ പേരിലുള്ള തർക്കം വരില്ലേ? ചീരുവിന്റെ ഭാവം കണ്ടിട്ട് അവള് കണക്ക് ചോദിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത് ഭാനുമേ. എടീ, നീ അതിന്റെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ഇറങ്ങി നിന്നേ. ചീരു, നീ ഇങ്ങനെ മനസ്സ് പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മയപ്പെട്. നമുക്ക് പൊട്ടിത്തെറിയിലൂടെ ഒന്നും നേടണ്ട. സാവധാനം, സമയം മതി. എങ്കിൽ ശബരി ദയെ വിളിച്ചോണ്ട് പോയതുപോലെ നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയിക്കൂടെ? അതെന്താ ചെയ്യാത്തത്? ശബരി ദയെ വിളിച്ചോണ്ട് പോയത് അവന് 20 ലക്ഷം കിട്ടിയില്ലെന്ന് അനുപമ ചോദിച്ചോണ്ടല്ലേ? നമുക്ക് മാത്രം ഒന്നും കിട്ടിയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പം നിനക്കൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. അതിന് ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നീ തന്നെ തീരുമാനിച്ചാൽ മതി. പിന്നേട്ടം, ആ, ചായ ഒന്നും വേണ്ടായിരുന്നു. അയ്യോ, ചായ കുടിക്കില്ലായിരുന്നെങ്കിൽ ആദ്യം പറയണ്ടേ വിനയാ. കോഫിയോ ജ്യൂസോ എടുക്കുമായിരുന്നല്ലോ. ആ, അത് ചായ കുടിക്കാത്തോണ്ടൊന്നല്ല, വെറുതെ അനുപമയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ വിനയ? സഹായത്തിന് ഭാനുമ കൂടെ ഉള്ളോണ്ട് എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. 2 ദിവസം മഞ്ചാടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ പറ്റിയത് പോലും ഭാനുമ ഇവിടെ ഉള്ളതുകൊണ്ടാ. മഞ്ചാടി ഹോസ്പിറ്റലിലായിരുന്നോ? അതെന്തു പറ്റി? ഇനിയിപ്പോ സൂയിസൈഡ് അറ്റംപ്റ്റോ മറ്റോ? അതൊന്നും അവള് ചെയ്യില്ല. ജീവൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. മഞ്ചാടിക്ക് കടുത്ത പനിയായിരുന്നു. ജീവന്റെ അമ്മയ്ക്കും വയ്യ. ഞാൻ പോയി കൂടെ നിന്നത് അവൾക്ക് വലിയ ആശ്വാസമായി. ചീരുച്ചേച്ചിയും ദയേച്ചി എന്നെ മറന്നു എന്ന് അവള് ചോദിച്ചു. മറന്നതുകൊണ്ടൊന്നും അല്ലാനു. മഞ്ചാടിയുടെയും ജീവന്റെയും ബന്ധത്തെ എതിർത്തവരല്ലേ നമ്മളൊക്കെ. അപ്പൊ പിന്നെ അവള് നമ്മളെ കാണുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തോണ്ടാ. അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധങ്ങളെ ആരും ആദ്യം ഒന്ന് എതിർക്കും. മാഷും ആ ബന്ധത്തെ ആദ്യം മനസ്സുകൊണ്ട് ഏറ്റെടുത്തിട്ടില്ലല്ലോ. എന്നിട്ടെന്താ, അദ്ദേഹം ഇപ്പോ മകളുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നില്ലേ? കൂടപ്പറപ്പുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ അത് ശത്രുതയായി മാറാൻ പാടില്ല. പ്രത്യേകിച്ച് അനന്തം മാഷയുടെ മക്കൾ തമ്മിൽ. എല്ലാ ഭാനുമ്മ, എനിക്കൊരിക്കലും മഞ്ചാടിയോട് ഒരു ശത്രുതയും തോന്നിയിട്ടില്ല. പുറമെ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഞാൻ അവളെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഒന്നുമില്ലേലും സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം അവള് കാണിച്ചല്ലോ. അതില് പരാജയപ്പെട്ട പോലെ അവൾക്ക് അഭിമാനിക്കാം. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിക്കേണ്ടി വന്നില്ലല്ലോ. പെൺകുട്ടികൾക്ക് ധൈര്യമൊക്കെ നല്ലതാ ചീരു, പക്ഷെ എടുത്തുചാട്ടായി പോവരുത്. മഞ്ചാടിക്ക് പറ്റിയതാ. സമയം കിട്ടുമ്പോ നീയും ദയ്യം പോയി അവളെ ഒന്ന് സമാധാനിപ്പിക്കേ. ഇനിയിപ്പോ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി മഞ്ചാടിയെ കാണാൻ ചേരൂ. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? തിരിച്ചു വരുമ്പോ നിനക്ക് അച്ഛനെ കാണുകയും ചെയ്യാലോ. വേണ്ട, നമ്മളിപ്പോ ഇവിടെ വന്നത് അച്ഛനെ കാണാനല്ലേ.
ആദ്യം അച്ഛനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാ പിന്നെ നീ അച്ഛനെ കണ്ട് പതുക്കെ വന്നോ, ഞാനങ്ങോട്ട് തിരിച്ചു പോയാലോ? അല്ല, നിനക്ക് അച്ഛനെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞോണ്ടാ. അച്ഛനെ പിന്നെ കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാം. വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. എന്റെ അച്ഛനോട് അവകാശം ചോദിക്കാൻ എനിക്കല്ലേ പറ്റൂ. നിങ്ങൾക്ക് എന്താ അതിൽ കാര്യമല്ലേ? ഞാൻ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വരുന്നുള്ളൂ. അമ്മയോടും അമ്മാവനോടും പറഞ്ഞേക്കാം. വിനയ, ചായ കുടിക്കേ. ആ, ചിപ്സ് എടുത്ത് കഴിക്കുമോനെ? ആ. ആസിഫ് എവിടെ പോയി? അവനവിടെ. ആസിഫേ, ആസിഫേ, ഡാ ഡാ, അവൻ ഇതില്ലല്ലോടാ. നോക്കാം, ഏതെങ്കിലും പരിശോധനയ്ക്ക് ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? വാ. സിസ്റ്ററെ, ഇവിടെ കിടന്ന ആസിഫ് എവിടെ പോയതാ? നിങ്ങൾ ആസിഫിന്റെ ആളുകളാണോ? ആ പേഷ്യന്റിനെ കുറെ നേരമായിട്ട് കാണാനില്ല. കാണുന്നില്ലേ? അതെ, സ്വന്തം ഇഷ്ടത്തിന് പോകുന്നെങ്കിൽ എഴുതി കൊടുത്തിട്ട് വേണ്ടേ പോവാൻ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. എടാ പവിത്ര, അവൻ ജീവന്റെ ഡെഡ് ബോഡി കിട്ടിയ കാര്യം അറിഞ്ഞ് മുങ്ങിയതായിരിക്കോ? അവൻ ഇത്രയും പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. നീ വാ, ഒരാളെ കൂടി കാണാനുണ്ട്. സിസ്റ്റർ ബില്ല് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ പോയി ഒന്ന് ചോദിച്ചിട്ട് വരാം. നീ എങ്ങും പോണ്ട ഇന്ദ്ര, ബില്ലൊക്കെ ഇങ്ങ് വന്നോളൂ. നമുക്ക് പോകണ്ടേ അമ്മേ? എത്ര നേരമായി കാത്തിരിക്കുന്നു.